മനുഷ്യപ്രയത്നത്തിൻ്റെ മഹാകരുത്തിൽ ഹരിതവർണ്ണ മനോഹരിയായി മാറിയ പ്രദേശമാണ് കുട്ടനാട്. എത്ര എടുത്താലും തീരാത്ത മത്സ്യസമ്പത്താൽ അനുഗ്രഹീതമായ ജലാശയങ്ങളുടെ നാട്. കേരളത്തിൻ്റെ നെല്ലറയായ ഈ പുണ്യഭൂമിയിൽ നെൽപ്പാടങ്ങളും തെങ്ങുകൾ നിറഞ്ഞ വരമ്പുകളും ചാർത്തിക്കൊടുക്കുന്ന ജൈവ വൈവിധ്യത പറഞ്ഞൊതുക്കാൻ നന്നേ വിഷമമാണ്. കേരളത്തിലെ താറാവ് വളർത്തലും ഈ പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. കുട്ടനാടിൻ്റെ തനത് കൃഷി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ. നെൽകൃഷിയെപ്പോലെ തന്നെ താറാവ് വളർത്തലിനെയും നെഞ്ചേറ്റിയ ഒരു സുവർണ കാലഘട്ടം കുട്ടനാടിന് സ്വന്തമായിരുന്നു. 70കളിലാണ് ഈ കൃഷി ഏറ്റവുമധികം ശക്തി പ്രാപിച്ചത്. താറാവ് വളർത്തൽ കുട്ടനാടൻ കർഷകരുടെ ഹൃദയത്തുടിപ്പുകളുടെ ഭാഗമായിരുന്ന അക്കാലത്ത് അതിനെ പശ്ചാത്തലമാക്കി മലയാളത്തിൽ ഹിറ്റു ചിത്രങ്ങൾ പോലും പുറത്തിറങ്ങുകയുണ്ടായി. ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടിത്താറാവ് എന്ന് മലയാളി പലവട്ടം ഏറ്റുപാടി. കുട്ടനാടൻ പാടശേഖരങ്ങൾക്കിടയിലെ നാട്ടുവഴികളിലൂടെയാണ് ഹരിതഭാരതത്തിൻ്റെ ഈ യാത്ര. പരപ്പൻ ജലാശയങ്ങളും നോക്കത്താ ദൂരത്തെ പാടങ്ങളും അതിരിടുന്ന ചെറുവഴികൾ. പ്രകൃതി വരദാനം നൽകിയ ലാസ്യ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മണ്ണിലൂടെ ഹരിതഭാരതം യാത്ര തുടർന്നു. താറാവ് കൃഷിയുടെ വിശദാംശങ്ങൾ വിവരിച്ചു തരുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ പോൾട്രി വിഭാഗം മേധാവി ഡോക്ടർ എ ജലാലുദ്ദീനും ഹരിതഭാരതത്തിനൊപ്പം വന്നിരുന്നു. താറാവുകളുടെ ജന്മജാതകം ഇദ്ദേഹത്തിന് മനപാഠമാണ്. ലോകത്താകെയുള്ള 573 ദശലക്ഷം താറാവുകളിൽ 75% ഏഷ്യൻ രാജ്യങ്ങളിലാണുള്ളത്. ഇവയിൽ 230 ദശലക്ഷവും ഇന്ത്യയിലാണ് വളർത്തപ്പെടുന്നത്. കേരളത്തിലെ താറാവ് വളർത്തൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അതായത് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഇത്തരം താറാവുകളെ കയറ്റി ഇറക്കി അവിടെ നിന്നുള്ള ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ചും ഉതിർന്നു വീഴുന്ന നെൽമണികൾ, ഒച്ച്, നവണി, ഞണ്ട്, ജലസസ്യങ്ങൾ എന്നിവ ഭക്ഷിച്ചാണ് നിൽക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ വിസ്തൃതി കുറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും താറാവുകൾക്ക് അവിടെ നിന്നും കിട്ടുന്ന ആഹാരത്തിൻ്റെ തോതിൽ കുറവ് വരും. അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് താറാവ് വളർത്തൽ വളരെ ലാഭകരമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് കേരളത്തിൽ ഏകദേശം 12 ലക്ഷം താറാവുകളാണ് ഉള്ളത്. കേരളത്തിലാകട്ടെ ആകെയുള്ള 12 ലക്ഷം താറാവുകളിൽ 50% കുട്ടനാട്ടിലാണ് വളരുന്നത്. ഇവിടുത്തെ ഒരു വലിയ വിഭാഗം കർഷകരുടെ മുഖ്യ ജീവിതോപാധി കൂടിയാണ് താറാവ് കൃഷി. പണ്ടുകാലത്ത് മറ്റുള്ളവരെ പോലെ തന്നെ കോഴിയെ കബളിപ്പിച്ച് അടയിരുത്തിയാണ് കുട്ടനാട്ടിലെ കർഷകരും താറാവ് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത്യാധുനിക യന്ത്ര സൗകര്യങ്ങൾ ഇക്കാര്യത്തിനായി ഉപയോഗിച്ചു പോരുന്നു. 10,000-കണക്കിന് മുട്ടകൾ ഒന്നിച്ച് വിരിയിക്കാനുള്ള സൗകര്യങ്ങൾ ഇത്തരം സ്വകാര്യ ഹാച്ചറികളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് ട്രേകളിൽ മുട്ട അടുക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്യുക. ഈ ട്രേകൾ ഒരു ഇൻക്യുബേറ്ററിൽ കടത്തി സൂക്ഷിക്കുന്നു. പ്രത്യേക താപനിയന്ത്രണ ക്രമങ്ങൾക്ക് വിധേയമാക്കി ഈ മുട്ടകളെ 28 ദിവസം ഇൻക്യുബേറ്ററിൽ തന്നെ സൂക്ഷിക്കുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുവാനുള്ള ഇക്കാലം അത്രയും ഈ യന്ത്രങ്ങൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു പരിക്രമണ കാലം പൂർത്തിയാക്കി ജീവൻ നേടിയ കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടിച്ച് പുറത്തിറങ്ങുകയായി. ചുണ്ടുകൊണ്ട് മുട്ടയുടെ തോട് കുത്തിപ്പൊട്ടിച്ച് വളരെ ആയാസപ്പെട്ടാണ് കുഞ്ഞ് പുറത്തു വരിക. ഒരു പുതിയ ലോകത്തിലേക്കുള്ള വേദന നിറഞ്ഞ കാൽവയ്പ്. കൈകാലുകൾ അടിച്ച് ശരീരത്തിൽ നിന്ന് തോടിൻ്റെ അവശിഷ്ടങ്ങൾ തട്ടിമാറ്റുന്ന കുഞ്ഞ് അന്തരീക്ഷവായു ആദ്യമായി ശ്വസിച്ച് ശീലിക്കുന്നു. എല്ലാ മുട്ടകളിലും ഈ അനക്കങ്ങൾ കാണാം. ഓരോന്നോരോന്നായി മുഴുവൻ കുഞ്ഞുങ്ങളും പുറത്തു വരുന്നതോടെ ഇൻക്യുബേറ്ററിൻ്റെ പ്രവർത്തനം സഫലമാകുകയാണ്.
പുതുരോമങ്ങൾ അത്രയും ചാരനിറമാർന്ന ഈ പൈതലുകൾ ആരുടെയും ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തും. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് താറാവുകളെ വിരിയിക്കുവാൻ കുട്ടനാടൻ കർഷകർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജന്മം കൊണ്ട മാസം അനുസരിച്ച് ചിങ്ങത്താറാവ്, മകരത്താറാവ്, വൃശ്ചികത്താറാവ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു. ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞിന് 45 ഗ്രാം വരെ ഭാരമുണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഭക്ഷണമൊന്നും തന്നെ നൽകേണ്ടതില്ല. പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കുട്ടനാട്ടിലെ കർഷകർ താറാവ് വളർത്തുന്നത്. ജലാശയങ്ങൾക്കരികിലെ തുറസായ തറയിൽ താൽക്കാലികമായി കൂടുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. 30 ദിവസം വരെ പ്രായമായ കുഞ്ഞുങ്ങളെ ഓലമറച്ച ഈ പാർപ്പിടങ്ങളിൽ വളർത്തുന്നു. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായി ചൂട് നൽകുന്ന രീതി താറാവ് കുഞ്ഞുങ്ങളിൽ പ്രയോഗിക്കുന്നില്ല. നൈസർഗികമായ വളർത്തുരീതികൾ തന്നെയാണ് കർഷകർ അവലംബിച്ചു പോരുന്നത്. കൂടിൻ്റെ ഉയരം ക്രമീകരിച്ചും തറയിൽ മണൽ വിരിച്ചും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടിയുമൊക്കെ കൂടിനകത്തെ അന്തരീക്ഷോത്മാവ് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും. കേരളത്തിലെ താറാവ് കർഷകരിൽ 100% അവർ നമ്മുടെ നാടൻ ജിൻസുകളെ മാത്രമാണ് സ്വീകരിക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത്. പല പദ്ധതികളിലും നമ്മൾ കാക്കി ക്യാമ്പൽ താറാവുകളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്താൻ ഗവൺമെൻറ് പല പ്രാവശ്യം ശ്രമം നടത്തിയെങ്കിലും അത് വളരെ ഫലവത്തായിട്ട് കണ്ടില്ല. പ്രധാനമായിട്ടും അവരുടെ ഉൽപ്പാദനശേഷി കുറവും മുട്ടയുടെ ഭാരക്കുറവുമാണ് കാരണം.